ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് ദേശീയ ശാസ്ത്ര ദിനമാണല്ലോ. നാം വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇന്ന് ശാസ്ത്രദിനം ആഘോഷിച്ചിരിക്കുകയാണല്ലോ. അതേക്കുറിച്ച് ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിനൊപ്പം മലയാളി എത്രമാത്രം അതിനൊപ്പം സഞ്ചരിച്ചു എന്നുകൂടി നോക്കാം. നമുക്ക് ചുറ്റും കാണുന്ന എന്തിലും ശാസ്ത്ര സത്യങ്ങളുണ്ട്. സമൂഹത്തെ അവയുടെ കാണാക്കാഴ്ചകളിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് നാം യഥാർത്ഥ സത്യാന്വേഷകർ, ശാസ്ത്ര അന്വേഷകർ ഒക്കെ ആവുന്നത്. എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ശാസ്ത്രബോധം പകർന്നു നൽകിയാൽ മാത്രമാണ് സമൂഹത്തിനും രാജ്യത്തിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ലോകം AI യുഗത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇനി എന്താണ് വരാനുള്ളത് അല്ലെങ്കിൽ കണ്ടെത്താനുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അത്രയും ശാസ്ത്രം വളർന്നു കഴിഞ്ഞു. ബഹിരാകാശ ടൂറിസം വരെ മനുഷ്യൻ പ്രോഗ്രാം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പൊതുജനത്തിൻ്റെ ശാസ്ത്രത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുക എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. ശരിയായ ശാസ്ത്രത്തെ പടിയിറക്കി കപടശാസ്ത്രം മുന്നേറുമ്പോൾ അത് ലോകത്തിന് തന്നെ അപകടമാണ് എന്നതിൽ തർക്കമില്ല. നമ്മുടെ മലയാള നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന വിഭാഗം തന്നെയാണ്. കേരളത്തിൽ മതവിശ്വാസികൾ കൂടുതലായതുകൊണ്ട് തന്നെ ശാസ്ത്രവും മതവും കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. മതവിശ്വാസിയെ സംബന്ധിച്ച് മതത്തിൽ പഠിക്കുന്നതും ശാസ്ത്രം കണ്ടെത്തുന്നതും തുല്യമാണ്. എല്ലാ മതത്തിനും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതെല്ലാം ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാലും ഒരു ചെറിയ ന്യൂനപക്ഷം ഇപ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ കാലഘട്ടങ്ങളിൽ തന്നെയാണ്. അവരെ കൂടി ഇത്രയും വളർന്ന ശാസ്ത്രത്തിന് ഒപ്പം കൈപിടിച്ച് നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശാസ്ത്ര പുരോഗതി സമ്പൂർണതയിലെത്തും. തീർച്ച. ഇന്ന് ദേശീയ ശാസ്ത്ര ദിനമായതുകൊണ്ട് തന്നെ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയെന്ന് മാത്രം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.